നമസ്കാരം. ജമ്മു കാശ്മീരിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും വിഘടനവാദ ആശയങ്ങൾക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തുടരുന്ന കേന്ദ്ര സർക്കാർ നിർണായകമായ മറ്റൊരു ചുവടുവയ്പ് കൂടി നടത്തിയിരിക്കുകയാണ്. കാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിലെ ഇമാം സാഹിബ് ഏരിയയിൽ ദശാബ്ദങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ദാറുൽ ഉലൂം ജാമിയ സിറാജുൽ ഉലൂം എന്ന മദ്രസയെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന രീതിയിൽ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരിക്കുന്നു എന്ന ഗുരുതരമായ കണ്ടെത്തലിനെ തുടർന്നാണ് ഈ നടപടി. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം അഥവാ UAPA അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരമാണ് ഈ സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയാകുന്ന സംഘടനകളെയും സ്ഥാപനങ്ങളെയും നിരോധിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന കർശനമായ നിയമം കൂടിയാണിത്. ഈ മദ്രസ കേവലം ഒരു മതപഠന ശാല എന്നതിലുപരി യുവാക്കളെ വഴിതെറ്റിക്കാനും അവരെ വിഘടനവാദത്തിന്റെ പാതയിലേക്ക് നയിക്കാനുമുള്ള ഒരു കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നു എന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ നേരത്തെ തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു. മാസങ്ങൾ നീണ്ട കൃത്യമായ നിരീക്ഷണങ്ങൾക്കും തെളിവ് ശേഖരണങ്ങൾക്കും ശേഷമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത്തരമൊരു അന്തിമ തീരുമാനത്തിൽ എത്തിയത്. അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഈ സ്ഥാപനത്തിന്റെ പശ്ചാത്തലം അതീവ ഗൗരവകരം കൂടിയാണ്. കേവലം ആരോപണങ്ങൾക്കപ്പുറം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ മദ്രസയിൽ പഠിച്ചിറങ്ങിയ ഏകദേശം 17ഓളം മുൻ വിദ്യാർത്ഥികൾ വിവിധ ഭീകരവാദ സംഘടനകളിൽ ചേർന്നതായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ലഷ്കർ-ഇ-തൊയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ നിരോധന സംഘടനകളിൽ ചേർന്ന് ഇവർ സുരക്ഷാ സേനയ്ക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഭീകരവാദത്തിലേക്ക് തിരിഞ്ഞ ഈ 17 പേരും പിന്നീട് സുരക്ഷാ സേനയുമായി നടന്ന വിവിധ ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെടുകയായിരുന്നു. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും ഇത്രയധികം പേർ ഒരേപോലെ തോക്കെടുക്കാൻ തയ്യാറാകുന്നത് ആ സ്ഥാപനത്തിനുള്ളിൽ നൽകുന്ന ആശയപരമായ പരിശീലനത്തിന്റെ ഫലമാണെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. വിദ്യാർത്ഥികളെ മതപരമായ പാഠങ്ങൾ പഠിപ്പിക്കുന്നതിന് പകരം ഭാരത വിരുദ്ധ വികാരം കുത്തിവെക്കാനും കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് അടർത്തി മാറ്റണമെന്നുള്ള വിഘടനവാദ ചിന്താഗതികൾ വളർത്താനുമാണ് അധികൃതർ ശ്രമിച്ചിരുന്നത്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ IB, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA എന്നിവർ സംയുക്തമായി നടത്തിയ അന്വേഷണത്തിൽ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും വ്യക്തമായ ചിത്രം ലഭിച്ചിട്ടുണ്ട്. പുറമെ ഒരു സാധാരണ മദ്രസയായി തോന്നിപ്പിക്കും എങ്കിലും പ്രാദേശിക യുവാക്കളെ ഭീകരവാദ ഗ്രൂപ്പുകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ഒരു ഫെസിലിറ്റേഷൻ സെന്ററായി പ്രവർത്തിച്ചിരുന്നു. ഈ സ്ഥാപനത്തിലേക്ക് എത്തുന്ന സാമ്പത്തിക സഹായങ്ങളെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി വിദേശത്തു നിന്ന് ഹവാല മാർഗത്തിലൂടെ പണം എത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ NIA കർശനമായ പരിശോധന നടത്തിവരികയാണ്. ഒളിവിൽ കഴിയുന്ന ഭീകരവാദികൾക്ക് അഭയസ്ഥാനം നൽകാനും അവർക്ക് ആശയവിനിമയത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും മദ്രസ അധികൃതർ സഹായിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. 2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിൽ വലിയ തോതിലുള്ള സമാധാനം തിരിച്ചു വന്നിട്ടുണ്ട്. എങ്കിലും ഉൾപ്രദേശങ്ങളിൽ ഇത്തരം പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങൾ സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര മന്ത്രാലയം സീറോ ടോളറൻസ് ടു ടെറർ എന്ന ഭീകരവാദത്തോട് പൂജ്യം സഹിഷ്ണുത കാണിക്കുന്ന നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. പഠനത്തിന്റെ പേരിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനത്തെയും വാഴാൻ അനുവദിക്കില്ല. ഈ ഒരു നടപടി ഒരു തുടക്കം മാത്രമാണ്. കാശ്മീരിലെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ മതപാഠശാലകളും മറ്റു സംഘടനകളും ഇനി സർക്കാരിന്റെ കർശനമായ നിരീക്ഷണത്തിൽ കൂടിയായിരിക്കും. കാശ്മീരിലെ സാധാരണ ജനങ്ങൾ സമാധാനവും വികസനവുമാണ് ആഗ്രഹിക്കുന്നത്. ടൂറിസം മേഖലയിലെ ഉണർവും G20 ഉച്ചകോടി പോലുള്ള അന്താരാഷ്ട്ര പരിപാടികളുടെ വിജയവും കാശ്മീരിന്റെ മാറിയ ചിത്രം ലോകത്തിന് കാണിച്ചു തന്നു. എന്നാൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദത്തിന് താവളം ഒരുക്കുന്ന ഇത്തരം മദ്രസകൾ കാശ്മീരിന്റെ ശാപം കൂടിയാണ്. ഷോപ്പിയാനിലെ ഈ ഒരു നടപടിയിലൂടെ ഷോപ്പിയാൻ, പുൽവാമ തുടങ്ങിയ സെൻസിറ്റീവ് ഏരിയകളിൽ ഭീകരവാദ റിക്രൂട്ട്മെന്റ് വലിയ തോതിൽ കുറയ്ക്കാൻ സാധിക്കുമെന്ന് സുരക്ഷാ വിദഗ്ധർ കരുതുന്നുമുണ്ട്. വിഘടനവാദത്തിന്റെ വിഷവിത്തുകൾ പാകുന്ന കേന്ദ്രങ്ങൾ ഇല്ലാതാകുന്നതോടെ കാശ്മീരി യുവാക്കൾക്ക് ദേശീയ മുഖ്യധാരയിലേക്ക് കടന്നു വരുവാൻ കൂടുതൽ എളുപ്പം കൂടിയാകും. കാശ്മീരിലെ സമാധാനം നിലനിർത്താൻ ഏതറ്റം വരെയും പോകാൻ തങ്ങൾ തയ്യാറാണെന്ന് ഈ നിരോധനത്തിലൂടെ മോദി സർക്കാർ ഒരിക്കൽ കൂടി ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പ്രഭവ കേന്ദ്രമായി മാറിയ ഈ സ്ഥാപനത്തെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം അഥവാ UAPA പ്രകാരമാണ് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മതപഠനത്തിന്റെ പവിത്രമായ മറയുപയോഗിച്ച് യുവാക്കളുടെ മനസ്സിൽ രാജ്യവിരുദ്ധ വിഷം കുത്തിവെക്കുന്ന കേന്ദ്രങ്ങൾ ഇനി ഭാരതത്തിന്റെ മണ്ണിൽ വാഴില്ല എന്ന ശക്തമായ താക്കീത് കൂടിയാണിത്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയാകുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കുമെതിരെ പ്രയോഗിക്കുന്ന അങ്ങേയറ്റം കരുത്തുറ്റ നിയമമാണ് UAPA. ഷോപ്പിയാനിയിലെ ഈ മദ്രസ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടല്ല
ഭീകരവാദത്തിന്റെ ഒരു നഴ്സറി ആയിട്ടാണോ പ്രവർത്തിച്ചിരുന്നതെന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി ഈ സ്ഥാപനം കേന്ദ്ര സർക്കാരിന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും കർശനമായ നിരീക്ഷണത്തിൽ കൂടിയായിരുന്നു. ആഴത്തിലുള്ള അന്വേഷണത്തിലൊടുവിൽ ഈ സ്ഥാപനം രാജ്യസുരക്ഷയ്ക്ക് നേരിട്ട് ഭീഷണി ഉയർത്തുന്നു എന്ന് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് ആഭ്യന്തര മന്ത്രാലയം നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതോടെ സ്ഥാപനത്തിന്റെ എല്ലാ ആസ്തികളും മരവിപ്പിക്കാനും പ്രവർത്തനങ്ങൾ പൂർണ്ണമായും തടയാനും സുരക്ഷാ സേനയ്ക്ക് അധികാരം ലഭിച്ചിരിക്കുകയാണ്. സുരക്ഷാ ഏജൻസികൾ പുറത്തുവിട്ട കണക്കുകൾ ഏതൊരു ഭാരതീയനും ഞെട്ടിക്കുന്നതുകൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് പകരം അവരെ ഇന്ത്യക്കെതിരെ തിരിക്കാനും കാശ്മീരിനെ ഭാരതത്തിൽ നിന്ന് അടർത്തി മാറ്റാനുമുള്ള വിഘടനവാദ ചിന്താഗതികൾ വളർത്താനാണ് സ്ഥാപനാധികൃതർ ശ്രമിച്ചത്. യുവാക്കളുടെ നിഷ്കളങ്കമായ മനസ്സിൽ വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകുന്ന കേന്ദ്രമായി ഈ മദ്രസ മാറിക്കഴിഞ്ഞു. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ IB, RO, ദേശീയ അന്വേഷണ ഏജൻസിയായ NIA എന്നിവർ സംയുക്തമായി നടത്തിയ അന്വേഷണത്തിൽ ഈ സ്ഥാപനത്തിന്റെ നിഗൂഢമായ പ്രവർത്തന രീതികൾ പുറത്തു കൊണ്ടുവരികയായിരുന്നു. മദ്രസയിലെ പാഠ്യ പദ്ധതിയിൽ പോലും വിഘടനവാദപരമായ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നതായി റിപ്പോർട്ടുണ്ട്. ഭാരത വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിക്കാനും സുരക്ഷാ സേനയെ ആക്രമിക്കാനും വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിന്നാണ് പ്രചോദനം ലഭിച്ചത്. ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പിനായി വിദേശ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്നും മറ്റ് അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് ഹവാല മാർഗത്തിലൂടെ പണം എത്തിയതായി NIA സംശയിക്കുന്നു. ഈ പണം ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും വിഘടനവാദ റാലികൾ സംഘടിപ്പിക്കുവാനുമാണ് ഉപയോഗിച്ചിരുന്നത്. ഒളിവിൽ കഴിയുന്ന ഭീകരവാദികൾക്ക് സുരക്ഷിതമായ ഒളിത്താവളം ഒരുക്കാനും അവർക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റ് സൗകര്യങ്ങൾ നൽകാനും മദ്രസ അധികൃതർ മുൻകൈ എടുത്തിരുന്നു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ സമാനതകളില്ലാത്ത മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഭീകരവാദികളെ കൊല്ലുന്നതിനേക്കാൾ പ്രധാനം ഭീകരവാദം വളർത്തുന്ന കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ്. ഈ മദ്രസയുടെ നിരോധനം ആ ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ് കൂടിയാണ്. യുവാക്കളെ ചാവേറുകളാക്കാൻ ശ്രമിക്കുന്ന ഏത് സ്ഥാപനത്തെയും ഈ രീതിയിൽ തന്നെ നേരിടും. ഷോപ്പിയാൻ പോലുള്ള സെൻസിറ്റീവ് മേഖലകളിൽ ഭീകരവാദ റിക്രൂട്ട്മെന്റ് കുറയ്ക്കാൻ ഈ നടപടി സഹായിക്കും. കാശ്മീരിലെ സാധാരണ ജനങ്ങൾ വികസനവും സമാധാനവുമാണ് ആഗ്രഹിക്കുന്നത്. വിഘടനവാദിയുടെ ഹർത്താൽ ആഹ്വാനങ്ങളും കല്ലേറുകളും അവസാനിച്ച കാശ്മീരിൽ ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ തിരക്കാണ്. ഈ സമാധാനാന്തരീക്ഷം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പലതവണ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ദാറുൽ ഉലൂം ജാമിയ സിറാജുൽ ഉലൂം എന്ന മദ്രസയുടെ അന്ത്യം കാശ്മീരിലെ വിഘടനവാദികൾക്കുള്ള ശക്തമായ താക്കീത് കൂടിയാണ്. ഭീകരവാദത്തിന്റെ ഏത് രൂപത്തെയും മുളയിലെ നുള്ളാൻ ഭാരതത്തിന്റെ സുരക്ഷാ ഏജൻസികൾ സജ്ജമാണ്. ഭാരത മാതാവിനെതിരെ ഉയരുന്ന ഏത് കൈകളെയും തകർക്കാൻ കരുത്തുള്ള ഒരു ഭരണകൂടമാണ് ഇന്ന് ഡൽഹിയിലുള്ളത്. കാശ്മീരിലെ സമാധാനത്തിന്റെ സൂര്യോദയം തടയാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് ഈ നടപടി വീണ്ടും ഉറപ്പിക്കുന്നു. വിഘടനവാദത്തിന്റെ വിഷവിത്തുകൾ ഇനി മണ്ണടിയും. ഭാരതത്തിന്റെ കിരീടമായ കാശ്മീരിൽ ഇനി വികസനത്തിന്റെയും സമാധാനത്തിന്റെയും പുത്തൻ പുലരികളാണ് വിരിയുന്നത്. ഭീകരവാദത്തോട് 0 സഹിഷ്ണുത എന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ഉരുക്കു നിലപാട് വെറും വാക്കുകളല്ലെന്ന് ഈ നിരോധനം ഒരിക്കൽ കൂടി അടിവരയിടുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിന്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.